ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്, പക്ഷെ ഞാൻ പോയിട്ടില്ല. ഇന്ന് എനിക്ക് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. മോജു എൻ്റെ അടുത്തുണ്ട് കേട്ടോ. മോജു ഇപ്പം അംഗൻവാടി പോവും. മോജു നല്ല കുട്ടിയാട്ടോ, എന്നും അംഗൻവാടിയിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ അന്നാമ്മയും മമ്മിയുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ മോജു ടാറ്റാ, മമ്മി പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ കയറിയിട്ടാ. എനിക്ക് ഹെയർ കട്ട് ചെയ്ത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാരണം മുടി കെട്ടുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, പോണിറ്റെയിൽ കെട്ടുമ്പോൾ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നും കെട്ടാൻ പറ്റില്ല കേട്ടോ ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതുകൊണ്ട് എനിക്കിനി എന്താവും എന്നുള്ളൊരു പേടി ചെറുതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ചായിട്ടുള്ളൂ കേട്ടോ. ഇന്നൊരു ബസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ബസ് കേടായിപ്പോയി. അതുകൊണ്ട് തന്നെ തിരിച്ച് മീൻസ് ആ വണ്ടിക്ക് പോകാൻ പറ്റില്ല, അങ്കമാലിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് 1 മണിക്കൂർ കൂടുതൽ നിന്നിട്ടാണ് അടുത്ത വണ്ടിക്ക് ഞാൻ കയറി പോണേ കേട്ടോ. അങ്ങനെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരാം കേട്ടോ. പെട്ടെന്ന് വണ്ടി കിട്ടിയ കാരണം വേറെ ഒന്നും ഒരു ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം വണ്ടി കയറി വേഗം വീടെത്തണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. കാരണം നമുക്ക് അങ്ങനെ ക്ലാസ് ഇല്ലാണ്ട് കിട്ടുന്ന ഒരു ദിവസമല്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ എപ്പോഴും ഇപ്പോൾ ഉറക്കം വരലാണ്. എന്നും ഈ യാത്ര തന്നെ ആയതിൻ്റെ ആയിരിക്കാം. അപ്പോൾ അത് ഞാൻ ബാങ്കിലൊക്കെ പോയിട്ട് തിരിച്ചെത്തിയിട്ടാ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പോകാണ്ട് ബാങ്കിൽ പോയതിൻ്റെ കാര്യം ഞാൻ സ്കിൽ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എന്തായി, പിന്നെ അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോയതാണ്. പ്രധാനമന്ത്രിയുടെ സ്കിൽ ലോൺ സ്കീമിൽ ലോണിന് വേണ്ടി, വിദ്യാഭ്യാസ ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ പോയതാട്ടോ. അപേക്ഷിക്കാനല്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി പോയതാണ്. അപ്പം അങ്ങനെ അതൊക്കെ ഞാൻ കൊടുത്തു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് എനിക്ക് ബസ് കിട്ടി. അത് കാരണം വേഗം വരാൻ പറ്റിയിട്ടാണ്. അപ്പം ഞാൻ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. മോച്ച് അംഗൻവാടി പോയി, അന്നാമോള് വീട്ടിൽ ഉണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മുടെ അന്നമോള് നല്ല ഉറക്കാട്ടോ. ഞാൻ പോകുമ്പോഴൊക്കെ അന്നമോള് നല്ല എന്താ പറയുക, നല്ല ഉറക്കമായിരിക്കുമല്ലോ ഞാൻ പോയിട്ട് വരുന്ന ടൈമിലൊക്കെ. അപ്പോൾ അതേപോലെ അന്നമോള് നല്ല ഉറങ്ങുന്നുണ്ട്. അവളെന്തായാലും കിടന്നുറങ്ങട്ടെ. എനിക്കെന്തായാലും ഉറങ്ങാൻ പറ്റിയില്ല, അപ്പോൾ അവളെങ്കിലും കിടന്നുറങ്ങട്ടെ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കാരണം എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. എന്നും രാവിലെ പോവാം, എന്നും രാവിലെ വരാം, ഇത് തന്നെ ആയതുകൊണ്ട് എനിക്ക് ഉറക്കം കറക്റ്റ് ആവണില്ല. അന്നമോള് പാൽ കുടിക്കാനൊക്കെ രാത്രി ഫുള്ള് എഴുന്നേക്കും. അപ്പം ഇങ്ങനെ നമ്മൾ കുഞ്ഞിനെ ശ്രദ്ധിച്ച് വേണമല്ലോ പാൽ കൊടുക്കാൻ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ അവളുടെ ഒപ്പം ഞാനും എഴുന്നേക്കണ കാരണം എനിക്കങ്ങനെ കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുള്ള കേട്ടോ. പിന്നെ മമ്മിയുടെ അടുത്ത് അന്നമോളെ കിടത്താൻ മോച്ച് ഇടയ്ക്ക് എഴുന്നേക്കും. ആ ടൈമിൽ രണ്ടുപേരും കൂടി പിന്നെ പ്രശ്നമാവണ്ടല്ലോ. അന്നമോള് പിന്നെ പാല് കുടിച്ചിട്ട് അവിടെ കിടന്നുറങ്ങിക്കോളും. പക്ഷെ എൻ്റെ ഉറക്കം പോവും. അന്നമോള് കണ്ണു ഉറക്കാണ്ട് എഴുന്നേക്കും, പാല് കൊടുക്കും, അന്നമോൾ അങ്ങനെ കിടന്നുറങ്ങും, പിന്നെ എഴുന്നേക്കും, പിന്നെ അങ്ങനെ. പക്ഷെ നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം എഴുന്നേറ്റാൽ പിന്നെ ഉറങ്ങാൻ എനിക്ക് നല്ല പാടാട്ടോ പിന്നെ ഉറങ്ങാൻ. അപ്പം അതിൻ്റെ ചെറിയൊരു, പിന്നെ രാവിലെ എഴുന്നേറ്റ് യാത്ര ചെയ്യണം, പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു നേരമാവും. അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യണുണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്റ്റലിലേക്ക് എങ്ങാനും മാറാൻ നോക്കണം. അല്ലെങ്കിൽ എനിക്ക് ഒട്ടും പറ്റാൻ ചാൻസ് ഇല്ല. എനിക്കിപ്പോൾ തന്നെ നല്ല ക്ഷീണമാണ്. യാത്ര ചെയ്ത് വരുമ്പോഴേക്ക് എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള ഒറ്റ ഇതാട്ടോ. എന്തെങ്കിലും ആവട്ടെ. ഇപ്പം നമുക്കിത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് എന്തായാലും നല്ലൊരു ജോലി കിട്ടിയേ പറ്റുള്ളൂ, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഇതും കടന്നു പോവും, ഇതും നല്ല രീതിയിൽ നടക്കും. അപ്പം എന്തായാലും നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ടാറ്റാ.